2021 ട്രാഫിക് എന്ന സിനിമയിൽ റഹ്മാന്റെ മകളുടെ വേഷം ചെയ്തുകൊണ്ട് അഭിനയത്തിലേക്ക് അരങ്ങേറിയ നമിത പ്രമോദ് കുട്ടിക്കാലം മുതലേ അക്കാഡമിക്കിൽ മാത്രമല്ല നൃത്തമടക്കമുള്ളവയിലും നമ്പർ 1 ആയിരുന്നു താരം. പോരാത്തതിന് കലോത്സവ വേദികളിലെ സ്ഥിര സാന്നിധ്യവും. 2012 നിവിൻ പോളിയുടെ പുതിയ തീരങ്ങളിൽ താമര എന്ന നായിക റോൾ ചെയ്യുമ്പോൾ 16 വയസ്സ് മാത്രമായിരുന്നു നായികയുടെ പ്രായം. എന്നിട്ടും വളരെ പക്വതയോടെ റോൾ മികച്ചതാക്കി സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും നമിതയ്ക്ക് തുടരെ നിരവധി അവസരങ്ങൾ ലഭിച്ചു. അത് ദുൽഖർ സൽമാൻ, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾക്കൊപ്പം. സൗണ്ട് തോമയായിരുന്നു നമിതയുടെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവ്. പിന്നീട് വിക്രമാദിത്യൻ കൂടെ സംഭവിച്ചതോടെ നമിത മലയാളത്തിലെ തിരക്കുള്ള നായികയായി മാറി. 14 വർഷത്തെ കരിയറിന് 30ഓളം സിനിമയിൽ അഭിനയിച്ച തമിഴ്, തെലുങ്ക് സിനിമകളും ഉൾപ്പെടും. സീരിയലുകളാണ് നമിതയ്ക്ക് സിനിമയിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്തത്. പക്ഷേ കമാര സംഭവത്തിന് നമിതയ്ക്ക് നല്ലൊരു ഹിറ്റ് ലഭിച്ചിട്ടില്ല. പിന്നീട് നടി ചെയ്ത റോള് മാർഗംകളി, ഈശോ, മച്ചാന്റെ മാലാക തുടങ്ങിയ സിനിമകൾ ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷമാണ് നമിത നായികയായി അവസാനമായി ഒരു സിനിമ റിലീസ് ചെയ്തത്. ഒരു നായികയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമിത ഒതുങ്ങിപ്പോകുന്നു എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട്. ഒരു കാലത്ത് നമിത ചെയ്ത റോൾ ഇപ്പോൾ ചെയ്യുന്നത് മമിത ബൈജുവും അനശ്വര രാജനും കല്യാണി പ്രിയദർശനുമെല്ലാമാണ്. ഒട്ടുമിക്ക സംവിധായകരുടെയും ആദ്യ ചോയ്സ് ഇന്ന് ഇവരാണ്. നായികയായി തിളങ്ങി നിന്ന സമയത്ത് കഴിവ് മാർക്കറ്റ് ചെയ്യുന്നതിൽ നമിതയ്ക്ക് പറ്റിയ പാളിച്ചയാണ് കരിയറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന താഴ്ചയ്ക്കുള്ള ഒരു കാരണമെന്ന് ഒരു വിഭാഗം സിനിമാ പ്രേമികൾ പറയുന്നു. മറ്റു ചിലർ ദിലീപ് ഒതുങ്ങിപ്പോയപ്പോൾ നമിതയുടെ കരിയറിലും ഇടിവ് സംഭവിച്ചു എന്നാണ്. 14 വർഷത്തെ സിനിമാ ജീവിതത്തിന് ഇടയിൽ മമിത ഏറ്റവും കൂടുതൽ നായികയായിട്ടുള്ളത് ദിലീപ് സിനിമകളിലാണ്. അതാകും ഇത്തരത്തിലൊരു തോന്നൽ പ്രേക്ഷകരിൽ വരാൻ മറ്റൊരു കാരണം. സൗണ്ട് തോമ മുതൽ ദിലീപുമായുള്ള മകൾ മീനാക്ഷിയുമായി നല്ലൊരു ആത്മബന്ധം നമിതയ്ക്കുണ്ട്. കമാര സംഭവത്തിൽ പോലും നല്ലൊരു വേഷമാണ് നമിതയ്ക്ക് ദിലീപ് നൽകിയത്.